ഈ വൈകുന്നേരം ഏറെ ദാരുണമായ ഒരു വാർത്ത, വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് നമുക്ക് പാലക്കാട് നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. പാലക്കാട് മണ്ണാർക്കാടിനടുത്തുള്ള കരിമ്പയിലാണ് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. പനയ്യം പാടത്താണ് ഇത്തരത്തിൽ അപകടമുണ്ടായതും ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്ബാൽ തുടരുന്നുണ്ടെങ്കിൽ, ഇക്ബാൽ, സ്ഥിരമായി അപകടമുണ്ടാകുന്ന ഒരു സ്ഥലമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെയും ഇത്തരത്തിൽ അപകടത്തിൽ അവിടെ യുവാക്കൾ മരിച്ചത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ ഈ വൈകുന്നേരം സ്കൂൾ വിട്ടു വരുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇക്ബാൽ അറക്കൽ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇക്ബാൽ, ലോറിയിൽ ഇപ്പോഴും പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നു, ക്രെയിൻ ഉപയോഗിച്ചെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? വിനീത, ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ അപകടത്തിൽപ്പെട്ട സ്ഥലം. പനയമ്പാടം, കരിമ്പയ്ക്ക് സമീപമുള്ള പനയമ്പാടമാണിത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇവിടെ നിരവധി നാട്ടുകാരുണ്ട്. സിമെൻറ്റ് കയറ്റി വന്ന ലോറി ഈ വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് മറിയുകയായിരുന്നു. നാട്ടുകാർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടുകാർ ഇപ്പോഴും ഈ സിമെൻറ്റ് മാറ്റിയതിനു ശേഷം ക്രെയിൻ ഉപയോഗിച്ചാണ് ഈ വാഹനം പൊക്കിയെടുത്തത്. നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നാട്ടുകാരും അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ രക്ഷാപ്രവർത്തനം. അവരാണ് ആദ്യഘട്ടത്തിൽ ഈ വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ സിമൻറ്റ് ചാക്കുകൾ ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് ഇവിടെ പരിശോധന നടത്തുകയാണ്. കൂടുതൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ, ആരെങ്കിലും ഈ വാഹനത്തിന് അല്ലെങ്കിൽ ഈ ചാക്കുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുൾപ്പെടെ പരിശോധിക്കുകയാണ്. ഈ വാഹനം ഉയർത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് നാട്ടുകാരനെ. അതുപോലെ തന്നെ ഇവിടെ നിരവധി ആളുകൾ ഈ അപകട വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാം മാറ്റാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. നിലവിൽ ഇവിടെ ഇവിടെ കുടുങ്ങിക്കിടന്ന എല്ലാവരും രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ? എത്ര പേരുണ്ടായിരുന്നേ? 4 കുട്ടികളാണ്. എത്ര പേര്? 4 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിനീത, 4 പേരെയും നിലവിലെ വിവരങ്ങൾ പ്രകാരം 4 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തച്ചമ്പാറയിലുള്ള ഇസാഫ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ കാണുന്ന സിമൻറ്റ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് മറിയുകയായിരുന്നു. ഇവിടെ സ്ഥിരമായി അപകടം നടക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ അവിടെ അറിഞ്ഞു വന്നാണ്. പനയമ്പാടം എന്ന് പറയുന്ന സ്ഥിരം മേഖലയാണ്. ഈ ലോറി നിയന്ത്രണം വിട്ട് പറഞ്ഞതാണ് അറിയില്ല. കരിമ്പ സ്കൂളിലെ കുട്ടികളാണ്. സ്കൂൾ വിട്ട് വരുന്ന നേരമാണ്. കരിമ്പ ഹൈസ്കൂൾ വട്ടത്തെ അത് വിട്ടിട്ട് വരുന്ന നേരമാണ്. ആ നേരത്തെ ഈ സൈഡിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. ഈ എക്സാം കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. 4 പേരുണ്ടായിരുന്നു. 4 പേരും കൊണ്ടുപോയി. ആൺകുട്ടികളാണെന്ന് തോന്നുന്നുണ്ട്. ഇതായാലും 4 വിദ്യാർത്ഥികളാണ് ഈ വാഹനത്തിന് അടിയിൽപ്പെട്ടത്. 4 പേരും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ 2 പേരാണ് ചാക്കുകൾ ഉണ്ടായിരുന്നു. ഇത്ര ഭാരമേറിയ ലോറി മാറ്റുക എന്നതാണ് ഏറ്റവും ശ്രമകരമായ കാര്യം. ഇപ്പോൾ ആരും അതിൽ കുടുങ്ങിക്കിടപ്പില്ല എന്നത് തന്നെയാണോ നാട്ടുകാർ സ്ഥിരീകരിക്കുന്നത്? വിനീത, അതായത് ചെറിയ രീതിയിലുള്ള സംശയം നാട്ടുകാർക്കുണ്ട്. ഇനി മറ്റേതെങ്കിലും കുട്ടികൾ ഈ ലോറിക്കടിയിലോ അല്ലെങ്കിൽ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിശോധന, നിലവിൽ ലോറി ഉയർത്തിക്കൊണ്ടുള്ളൊരു പരിശോധന നടത്തുന്നത്. 2 ക്രെയിനുകൾ ഉപയോഗിച്ച് ഈ ലോറി പൂർണ്ണമായും ഉയർത്തി പരിശോധിക്കുകയാണ്. നേരത്തെ 4 കുട്ടികൾ ഇതിനകത്ത് കുടുങ്ങിക്കിടന്നു എന്നിരുന്നുള്ള വിവരം ഉണ്ടായിരുന്നു. ആ 4 പേരെയും ഇപ്പോൾ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് എത്തിച്ച് ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തച്ചമ്പാറയിലുള്ള ഇസാഫ് ആശുപത്രിയിലേക്ക് മാറ്റിയത് നമുക്ക് കാണാം. ദൃശ്യങ്ങൾ കാണാം. വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടുള്ളത്. ഇതിന് തൊട്ട് മുകളിൽ തന്നെ ഇലക്ട്രിക് ലൈന് പോകുന്നുണ്ട്. ആ ഇലക്ട്രിക് ലൈനിൽ ഈ ക്രെയിനിൻ്റെ എല്ലാം കൈ തട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ വാഹനം ഉയർത്താനുള്ള ഒരു ശ്രമം നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ 2 JCBകളും 2 ക്രെയിനും ഉപയോഗിച്ച് ഈ വാഹനം വലിച്ച് ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുകയാണ്. സിമെൻറ്റുമായി എത്തിയ ലോറിയാണ് ഈ പനയമ്പാടത്ത് വെച്ച് ഈ വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് മറിഞ്ഞത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ പകുതി വഴിയിലേക്ക് ഈ ലോറി മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എവിടെ സ്കൂളിൽ പഠിക്കുന്നത്? കരിമ്പ സ്കൂളിൽ പഠിക്കുന്ന ഈ കുട്ടി, നിങ്ങൾ 4 പേരാണ്